ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ബൈബിളിലെ ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാം അധ്യായത്തെക്കുറിച്ചാണ്. ഈ അധ്യായം ശരിക്കും ഒരു ചരിത്രം മാത്രമല്ല, മറിച്ച് 2026 നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്കൊക്കെയും വലിയ ഒരു പാഠമാണ്. നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ഇസ്രായേൽ ജനത കഷ്ടപ്പാടിലൂടെ കടന്നുപോയപ്പോൾ ദൈവം അവരെ സഹായിക്കാൻ വേണ്ടി ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിലെ എല്ലാ വെല്ലുവിളികളെയും എങ്ങനെ നേരിടാമെന്ന് ഈ അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മളെപ്പോഴും അനുഗ്രഹങ്ങളിലൂടെ മാത്രമല്ല, പരീക്ഷണങ്ങളിലൂടെയും ഒക്കെയാണ് കടന്നു പോകുന്നത് എന്നാണ് ഈ അധ്യായത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതും നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് അനുഭവമായിക്കൊണ്ടിരിക്കുന്നതും. ഇതിലെ പ്രധാന വാക്യങ്ങൾ ന്യായാധിപന്മാർ 3-ന്റെ 7-ാമത്തെ ഇസ്രായേൽ മക്കൾ യഹോവയുടെ ദൃഷ്ടിയിൽ ദോഷം ചെയ്തു. അതിൻ്റെ 8-ാമത്തെ യഹോവ അവർക്കെതിരായി ശത്രുക്കളെ എഴുന്നേൽപ്പിച്ചു. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ദൈവം ശത്രുക്കളെ പോലും ഒരു ആത്മീയ പാഠത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു അത്ഭുത സത്യമാണ് ഈ ന്യായാധിപന്മാർ 3-ാം അധ്യായം നമ്മളോട് സംസാരിക്കുന്നത്. ഈ അധ്യായത്തിൽ പ്രധാനമായിട്ടുള്ളൊരു 3 കാര്യങ്ങൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത് പരീക്ഷിക്കപ്പെടുന്ന ഒരു വിശ്വാസത്തെയാണ്. 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, യഹോവ മോശ മുഖാന്തരം തങ്ങളുടെ പിതാക്കന്മാരോട് കൽപ്പിച്ച കൽപ്പനകൾ അവർ അനുസരിക്കുമോ എന്ന് അവരെ പരീക്ഷിക്കേണ്ടതിന് അവശേഷിക്കുന്ന ജാതികൾ ഇവരത്രേ. പരീക്ഷിക്കപ്പെടുന്ന വിശ്വാസം. ദൈവം ചില ശത്രുക്കളെ അവിടെ നിർത്തുകയാണ് അവരുടെ ഇടയിൽ. എന്തിനു വേണ്ടി? ഇസ്രായേൽ മക്കൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ, മോശ വഴി അവർക്ക് കൊടുത്ത കൽപ്പനകൾ അനുസരിക്കുമോ എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി. അടുത്തതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അടിമത്തവും നിലവിളിയുമാണ്. അവർ ദൈവത്തെ മറന്നപ്പോൾ അവർ അടിമത്തത്തിലായിട്ട്, എന്നിട്ട് അവരുടെ കഷ്ടതയിൽ അവർ നിലവിളിച്ചു. 9-ാമത്തെ വാക്യം, ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചപ്പോൾ യഹോവ ഇസ്രായേൽ മക്കൾക്ക് ഒരു രക്ഷകനെ എഴുന്നേൽപ്പിച്ച് അവരെ രക്ഷിച്ചു. ആ രക്ഷകന്മാരാരൊക്കെയാണ്? ഒത്നിയേലും യഹൂദും. ദൈവം സാധാരണക്കാരായ ആ മനുഷ്യരെ ശക്തരായ നേതാക്കന്മാരാക്കി മാറ്റുന്നതായിട്ട് കാണാൻ സാധിക്കും. ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാം അധ്യായത്തിലെ ഏറ്റവും പ്രചോദനാത്മകമായിട്ടുള്ളൊരു ഭാഗമാണിത്. അതായത് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പലപ്പോഴും നമ്മുടെ യുക്തിക്ക് അപ്പുറമാണെന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ലോകം അയോഗ്യരെന്ന് കരുതുന്നവരെ ദൈവം എങ്ങനെയെല്ലാം ഉപയോഗിക്കുന്നുവെന്ന് ആ ഒത്നീലിലൂടെയും യഹൂദിയിലൂടെയും നമുക്ക് കാണുവാൻ സാധിക്കും. ഒത്നിയേൽ എന്ന് പറയുന്ന ആൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടവനായിരുന്നു. അവൻ കാലബിൻ്റെ സഹോദരൻ്റെ മകനായിരുന്നു. ഇസ്രായേൽ 8 വർഷം കഷ്ടത അനുഭവിച്ചപ്പോൾ ദൈവം ആദ്യമായിട്ട് എഴുന്നേൽപ്പിച്ച ന്യായാധിപനാണ് ഈ ഒത്നിയേൽ എന്ന ആൾ. ഇതിൻ്റെ പ്രത്യേകത ബൈബിൾ ഇങ്ങനെ പറയുന്നു, 10-ാം വാക്യത്തിൽ പറയുന്നു, യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്നു. പ്രിയപ്പെട്ടവർ, ഇതിൻ്റെ പാഠം എന്താണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്? നമ്മുടെ കഴിവോ ബുദ്ധിയോ അല്ല, മറിച്ച് ദൈവാത്മാവിൻ്റെ സാന്നിധ്യമാണ് നമ്മുടെ സകല വിജയത്തിനും നമ്മുടെ സകല വിജയത്തിലേക്കും നമ്മളെ നയിക്കുന്നത്.
നമ്മുടെ ജീവിതത്തിലെ മെസ്സോപ്പോത്യന്മാർ രാജാക്കന്മാരെ പോലെയുള്ള വലിയ പ്രശ്നങ്ങളെ തോൽപ്പിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്ക് അത്യാവശ്യമാണ്. യഹൂദിനെ പറ്റി പറയുകയാണെങ്കിൽ അവൻ്റെ കുറവുകളെ അവൻ കരുത്താക്കിയവനാണ്. യഹൂദിൻ്റെ കഥയെന്ന് പറയുന്നത് ഭയങ്കര കൗതുകകരമാണ്. ബൈബിളിൽ അവനെ വിശേഷിപ്പിക്കുന്നത് ഇടങ്കയ്യനായ ബെന്യാമീൻ എന്നാണ്. അവൻ്റെ പ്രത്യേകത, അക്കാലത്ത് ഈ ഇടങ്കയ്യന്മാരെന്ന ഒരു കുറവോ പരിമിതിയോ ഒക്കെ ആയിട്ടാണ് ആൾക്കാർ പലരും കണ്ടിരുന്നത്. അതായത് അവരിടങ്കൈ, അതായത് അവർക്ക് സ്വാധീനക്കുറവുള്ളവരായിട്ടാണ് അന്നത്തെ ആ ഒരു സ്ഥലം, ആ സമൂഹം കണ്ടിരുന്നത്. പക്ഷേ ആ പരിമിതിയെ ദൈവം ഒരു തന്ത്രമാക്കി മാറ്റി. അവന് വലതു തുടയിൽ വാൾ ഒളിപ്പിച്ച് വെച്ചിട്ട് ശത്രു രാജാവായ എഗ്ലോനെ വധിക്കുവാൻ അവർക്ക് സാധിച്ചു. കാരണം ആരും അത്തരം ഒരു നീക്കം അവനിൽ നിന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇടത് കൈ അവന് സ്വാധീനമായതുകൊണ്ട് വലത്ത് കൈയിൽ തുടയിൽ വാൾ ഒളിപ്പിച്ചിട്ട് ഇടത് കൈ കൊണ്ടെടുത്ത് അവൻ്റെ വയറ്റിലേക്ക് കുത്തി അമക്കുകയാണ് അവിടെ ചെയ്യുന്നതായിട്ട് കാണുന്നത്. ലോകം, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുറവുകൾ എന്ന് വിളിക്കുന്ന നിങ്ങളുടെ കാര്യങ്ങളെ ദൈവം അതൊരു മഹത്വത്തിനായിട്ടുള്ള ഒരു കരുത്താക്കി മാറ്റും എന്നുള്ളതാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. നമ്മൾ മറ്റുള്ളവരെ പോലെ ഒത്തിരി കഴിവുകളോ ഒന്നും ഉള്ളവരല്ല എന്ന് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. ദൈവം നമ്മളെ സവിശേഷകരമായ രീതിയിൽ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഈ വാക്യങ്ങളിലൂടെ നമ്മളോട് പറയുന്നത്. ഈ ഒത്നീലിയെപ്പോലെയും യഹൂദിയെപ്പോലെയും ഒക്കെ അവരെ ഒന്ന് നോക്കി, ഒരാൾക്ക് ദൈവത്തിൽ നോക്കുമ്പോൾ ഒരാൾക്ക് ദൈവം ആത്മീയ ശക്തി, ആത്മാവിൻ്റെ ശക്തി നൽകുമ്പോൾ മറ്റൊരാൾക്ക് തൻ്റെ ശാരീരികമായ ആ പ്രത്യേകത, ആ ഇടങ്കൈ ശീലം ദൈവഹിതത്തിനായി ഉപയോഗിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഒത്നീലിനെയും യഹൂദിനെയും നമ്മൾ നോക്കുമ്പോൾ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, എനിക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, എനിക്ക് പ്രസംഗിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ എനിക്ക് സാമ്പത്തികമില്ല, എനിക്ക് മറ്റുള്ളവരെ അഭിമുഖീകരിക്കാൻ അറിയത്തില്ല, എനിക്ക് ഒന്നിനും കഴിവില്ലാത്തവനാണ് എന്നൊക്കെ നമ്മളിപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ ദൈവം നോക്കുന്നത് നമ്മുടെ കഴിവിനെയല്ല, മറിച്ച് നമ്മുടെ സമർപ്പണത്തെയാണ്. ഒരു സാധാരണക്കാരായ നിങ്ങളെക്കൊണ്ട് അസാധാരണമായ കാര്യങ്ങൾ ചെയ്യിക്കുവാൻ ദൈവത്തിന് സാധിക്കുമെന്ന് ഉറപ്പിച്ചു പറയുന്ന അധ്യായമാണ് ന്യായാധിപന്മാർ 3-ാം അധ്യായം. നമ്മുടെ കുറവുകളെ നമ്മുടെ പരിമിതികളെ നമുക്ക് ദൈവ കാര്യങ്ങളിൽ ഏൽപ്പിക്കാം. സക്കരിയാവിൻ്റെ പുസ്തകം 4-ാം അധ്യായം 10-ാം വാക്യങ്ങൾ പറയുന്നു, ചെറിയ തുടക്കങ്ങളെ അവഗണിക്കരുത് എന്ന്. ഈ ന്യായാധിപന്മാർ 3-ാം അധ്യായം നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് പ്രിയപ്പെട്ടവരെ. എന്താണത്? നിങ്ങൾ പരീക്ഷണത്തിൽ ദൈവത്തെ ആശ്രയിക്കുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിലെ പരീക്ഷണങ്ങൾ നേരിടുമ്പോൾ നിങ്ങൾ ആരെയാണ് ആശ്രയിക്കുന്നത്? ദൈവത്തെയാണോ ആശ്രയിക്കുന്നത്? അതോ ലോകത്തിൻ്റെ ആളുകളെ, മന്ത്രവാദിയോ അല്ലെങ്കിൽ അതിന് ചേരുന്ന ആൾക്കാരെയാണോ നിങ്ങൾ ആശ്രയിക്കുന്നത്? നിങ്ങൾ പാപത്തിന് അടിമയായി പോകുമോ? ഓരോ പരീക്ഷണങ്ങളിലും ദൈവത്തിൽ ആശ്രയിച്ച് പാപത്തിന് അടിമ ആയി പോകാത്തവരാണോ നിങ്ങൾ എന്നാണ് ഈ ന്യായാധിപന്മാർ 3-ാം അധ്യായം നമ്മളോട് ചോദിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരീക്ഷണം ഒരു ശത്രുവല്ല, അത് നമ്മുടെ വിശ്വാസത്തിന് വേണ്ടിയുള്ളൊരു പരിശീലനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ഏറ്റവും നല്ലൊരു വാക്യം കൂടി നിങ്ങളോട് ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. റോമാലേഖനം 8-ാം അധ്യായം 28-ാം വാക്യം. ദൈവം
നാമത്തെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായിട്ട് പ്രവർത്തിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ന്യായാധിപന്മാരുടെ 3-ാം അധ്യായത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ച ദൈവമേ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങൾ പലപ്പോഴും നിന്നെ മറന്ന് ലോകത്തോട് ചേർന്നിട്ടുണ്ടപ്പാ. ഇന്ന് ഞങ്ങളുടെ അടിമത്തങ്ങളെയൊക്കെയും നിൻ്റെ ശക്തിയാൽ നീ തകർക്കണമേ അപ്പാ. പരീക്ഷണങ്ങളിൽ ഞങ്ങളെ നിലനിർത്തണമേ. അസാധാരണമായിട്ടുള്ള ആ സാഹചര്യങ്ങളിൽ പോലും നിൻ്റെ പദ്ധതിയെ കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ. ഒത്നീലിൻ്റെയും യഹൂദിൻ്റെയും ദൈവമേ, ഇന്ന് ഞങ്ങളിലൂടെയും നിൻ്റെ മഹത്വത്തെ നീ വെളിപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ.